രാജ്യത്ത് നെറ്റ് കുംഭകോണങ്ങൾ പുറത്തു വന്നതിന് ശേഷം ഓരോ ദിവസവും രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്ക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നീറ്റ് UG കൗൺസിലിംഗ് മാറ്റിവെക്കുന്ന നിലയുണ്ടായി. അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിന്നീട് വെളിപ്പെടുത്തിയത് അങ്ങനൊരു ഡേറ്റ് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല, മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്തയാണ് എന്നൊക്കെയാണ് അവർ ഒരു സെൽഫ് ഡിഫെൻസ് എടുത്തത്. പക്ഷേ എന്ന് നടത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അവർക്കൊരുത്തരമില്ല. തന്നെയുമല്ല, ഇതുവരെ നീറ്റ് UG കൗൺസിലിംഗ് തുടങ്ങാത്തതിന് കാരണമായി പറയുന്നത് എത്ര മെഡിക്കൽ സീറ്റ് ഉണ്ട് എന്ന് വ്യക്തമായിട്ടില്ല എന്നാണ്. അപ്പോൾ കേന്ദ്ര മന്ത്രാലയങ്ങൾ എന്താണ് ചെയ്യുന്നത്, എത്ര നിരുത്തരവാദപരമായാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ പറയുന്ന അധികൃതരുടെ തന്നെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ വെച്ച് പുലർത്തുന്നത് കുറ്റകരമായ അലംഭാവമാണ്. നമ്മുടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷകർത്താക്കളെയും ഓരോ ദിവസവും ആശങ്കയിലേക്ക് വലിച്ചെറിയുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ധിക്കാരപരമായ നിലപാട് എന്നാണ് DYFIക്ക് ആവർത്തിച്ച് അവകാശപ്പെടാനുള്ളത്. ഇപ്പോൾ നോക്കൂ, ജൂൺ മാസത്തിൽ പൂർത്തിയാക്കേണ്ട നീറ്റ് PG പരീക്ഷയാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാസം മാറ്റുമ്പോൾ എത്രത്തോളമാണ് വിദ്യാർത്ഥികളുടെ അക്കാഡമിക് ഇയറിനത് ബാധിക്കുന്നത്? നമുക്കറിയാം, ഒരു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി പഠിക്കേണ്ട, ഉന്നത വിദ്യാഭ്യാസം നേടേണ്ട, വിവിധ തൊഴിൽ സാധ്യതകളിലേക്ക് പോകേണ്ട കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസാണ് ഇവിടെ നടത്തിയതിന് ശേഷം. അവിടെ ഞാൻ ഫ്യൂച്ചറിൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു പരീക്ഷ മാസങ്ങളുടെ വ്യത്യാസത്തിലേക്ക് മാറുന്നു, ഒരു പ്രവേശന പരീക്ഷ എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം അവരുടെ ലൈഫ് ലോങ്, അവരുടെ ആ മാറുന്ന കാലഘട്ടത്തെ ആരാണ് പിന്നെ കോമ്പൻസേറ്റ് ചെയ്യുക? ഈ മാസം വരേണ്ട റിസൾട്ട് ഒരു 3 മാസം കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നിന്നല്ലേ അത് ആ വർഷങ്ങൾ, ആ ടൈം എലിമിനേറ്റ് ചെയ്ത് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കുറ്റകരമായ അലംഭാവമാണ്, മാപ്പർഹിക്കാത്ത അലംഭാവമാണ്. ഇത് പരിഹരിക്കാനല്ല, അപരിഹാര്യമായ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ വേറെ ഏതെങ്കിലും ഒരാൾക്ക് ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെടുന്ന കാലയളവ് തിരിച്ചു കൊടുക്കാനാകില്ല. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. എന്താ ഗവൺമെൻറ് ചെയ്യേണ്ടത്? പ്രധാനമന്ത്രി ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചതേയില്ല, ഒരു കാര്യമായ നിലപാട് പറഞ്ഞിട്ടില്ല. കുട്ടികളുടെ ആശങ്കയെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അഭിസംബോധന ചെയ്യുന്നില്ല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തമായൊരു കാര്യം പറയണ്ടേ? അതില്ല. അപ്പോൾ അനിശ്ചിതത്വങ്ങളുടെ പൊരുവയിലത്ത് വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും നിർത്തിയിരിക്കുകയാണ്. രാജ്യത്ത് ഇതിനകം തന്നെ എല്ലാ കോണുകളിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. സഭയ്ക്കകത്ത് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ഇപ്പോഴും തുടരുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ രാജ്യവ്യാപകമായി DYFI കൂടുതൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും, സമരം ശക്തമാക്കും. അതിന് യോജിക്കാൻ കഴിയുന്ന എല്ലാവരുമായും യോജിക്കും. ഇപ്പോൾ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ വലിയൊരു സമര പ്ലാറ്റ്ഫോം ഞങ്ങൾ ആലോചിക്കും. ശക്തമായി യുവജന വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം, രാജ്യത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ അസോസിയേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥി സംഘടനകൾ, സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനകളൊക്കെ രംഗത്തേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ ഇതിനകം തന്നെ നിരവധി പ്രൊട്ടസ്റ്റുകൾ, പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇനിയും അത് വളരെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ 10,000-കണക്കിന് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഇതിൻ്റെ ആശങ്കയുടെ ഇരകളാണ്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ഒരക്ഷരം ഇതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് ഉത്തരവാദിത്തമില്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളോട് ഇത് സംസാരിക്കാൻ? അവർ ഇവരുടെ കൺസേൺസ് അല്ലാതെ വേറെ എന്താണ് അഭിസംബോധന ചെയ്യേണ്ടത്? അപ്പോൾ അവർ ഇതിന് മറുപടി പറയാൻ തയ്യാറാണ്.
ഇവിടെ ഈ കേരളത്തിലുള്ള വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലുമില്ലാത്ത പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷകർത്താക്കൾ ഒക്കെ ഈ വിവിധ പരീക്ഷ, ഒരു പ്രവേശന പരീക്ഷ മാത്രമല്ല, വിവിധ പ്രവേശന പരീക്ഷകളുടെ അനിശ്ചിതത്വം നീളുമ്പോൾ ഇവിടെ അവർ ആശങ്കാകുലരാകുന്നുണ്ട്. ഈ കാര്യങ്ങൾ ശരിയല്ല. മറ്റു മെഡിക്കൽ കോഴ്സുകളുടെ പ്രവേശനത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ കുറ്റകരമായ അനാസ്ഥ അവലംബിക്കരുത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഡിവൈഎഫ്ഐക്ക് അഭിപ്രായപ്പെടാനുള്ളത്. രാജ്യവ്യാപകമായി ഡിവൈഎഫ്ഐ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും.